ആതിര നൂറ വിഷയത്തിന് ശേഷം LGBTQ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് വലിയൊരു ചർച്ച ലോകമെമ്പാടും നടക്കുകയാണ്. എന്താണത്? ആദ്യം നമുക്ക് സംഭവത്തിലേക്ക് വരാം. ബിഗ് ബോസിലെ ഒരു എപ്പിസോഡിൽ വെച്ച് ലിസ്ബിയൻ കപ്പിൾസായ ആദിലയും നൂറയും ലക്ഷ്മി എന്ന കണ്ടസ്റ്റന്റുമായി വഴക്കുണ്ടാക്കുന്നു. ലക്ഷ്മി അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് വിളിക്കുന്നു. പിന്നീട് വീക്കിലി എപ്പിസോഡിൽ മോഹൻലാൽ എന്ന ലാലേട്ടൻ വരികയും ഈ വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നടത്തുകയും ചെയ്തു. മോഹൻലാൽ ലക്ഷ്മിയോട് ചോദിക്കുകയുണ്ടായി, ഇവർ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണോ എന്ന്. അതിനവർ വ്യക്തമായ മറുപടി നൽകുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ കയറ്റുമോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. ലക്ഷ്മിയാണ് നീ കയറ്റുകയില്ല എന്ന സത്യസന്ധമായ മറുപടി നൽകുന്നു. എന്നാൽ ലാലേട്ടൻ പറയുന്നു എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന്. ഇതിപ്പോൾ വലിയൊരു ചർച്ചയായിരിക്കുകയാണ്. ലാലേട്ടൻ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയൊരു വിഭാഗം നിലനിൽക്കുന്നു. നമുക്കിനി LGBTQ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നോക്കാം. എന്താണ് LGBTQ കമ്മ്യൂണിറ്റി? എല്ലാം എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻസ്, അതായത് സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് അട്രാക്ഷൻ തോന്നുന്നു, ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് ആകർഷണം തോന്നുന്നു. G എന്നാൽ ഗേ, അതായത് ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് അട്രാക്ഷൻ തോന്നുന്നു. പിന്നീട് ബൈസെക്ഷൽസ്, ഒരു പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ, അവർക്ക് സ്ത്രീയോടും പുരുഷനോടും അട്രാക്ഷൻ തോന്നിയേക്കാം, അല്ലെ ആകർഷണം തോന്നിയേക്കാം. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, ഒരു പുരുഷനായി ജനിച്ച് സ്ത്രീയാകുകയും സ്ത്രീയായി ജനിച്ച് പുരുഷനാകുകയും ചെയ്യുന്നു. പിന്നെ Q എന്നാൽ അവർക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. Q എന്നാൽ ക്യൂറേറ്റ്, അവർക്ക് തങ്ങളുടെ സ്വത്വം അല്ലെങ്കിൽ അവരുടെ ജെൻഡർ അല്ലെങ്കിൽ അവരുടെ അട്രാക്ഷൻ വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തവരാണ് Q. ഇതാണ് LGBTQ. അപ്പോൾ ഈ ഒരു വിഷയം ലോകം മൊത്തം ചർച്ചയായിരിക്കുകയാണ്. ലോകം മൊത്തം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് തമിഴ് വീഡിയോകൾ കണ്ടു, ഹിന്ദി വീഡിയോകൾ കണ്ടു. അതിൻ്റെ കമൻറ്റ് ബോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളത്തിലാണെങ്കിലും ഹിന്ദിക്കാരാണെങ്കിലും തമിഴ്ക്കാരാണെങ്കിലും ലക്ഷ്മിക്ക് വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ വലിയൊരു ഹേറ്റ് തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് അവരോട് എല്ലാവർക്കും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു, എന്നാൽ അതെല്ലാം മാറിക്കിട്ടി. ഇന്ന് വലിയൊരു ഹേറ്റ്. എന്താണ് ആ ഹേറ്റിന് കാരണം? റാഡിക്കലായിട്ടുള്ള ഈ പുരോഗമനവാദികൾ കാരണമാണ് ഈ ഒരു ഹേറ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ ലോകം മൊത്തം ഇപ്പോൾ അവർക്കെതിരായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റായ ശ്രീ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, മഴവിലൊക്കെ അങ്ങ് ആഘോഷത്തെ മതി, ഇവിടെ വേണ്ടാന്ന്. ഇവിടെ 2 ജെൻഡർ മതി, അമേരിക്കയിൽ 2 ജെൻഡർ മതി. അത് മെയിലും ഫീമെയിലും, അല്ലെ ആണും പെണ്ണും, അല്ലെ പുരുഷനും സ്ത്രീ. അതുപോലെ തന്നെ റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ അവിടെ സ്വവർഗ വിവാഹം തന്നെ നിരോധിച്ചിരിക്കുകയാണ്. സെയിം സെക്സ് മാരേജ് ലീഗലായിട്ടുള്ള രാജ്യങ്ങളുടെ മാപ്പാണിത്. നീലക്കളറിൽ കാണിക്കുന്നത് ലീഗൽ. ചില രാജ്യങ്ങളിൽ പാർട്ണർഷിപ്പ് ആവാം, ചില രാജ്യങ്ങളിൽ വിദേശ വിവാഹം മാത്രം റെക്കഗ്നൈസ് ചെയ്യുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ, ബ്രസീൽ, മെക്സിക്കോ, അർജൻറ്റീന, പിന്നെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും പിന്നീട് 2025 തായ്ലാൻഡും ഇതിനെ ലീഗലൈസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ഹേറ്റ് ക്യാമ്പയിൻ? ഞാൻ 8ൽ പഠിക്കുമ്പോൾ അന്നത്തെ പ്രിൻസിപ്പളായ സി ആൻഡി സാർ ചാർജുകളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവും റിപ്പൽ ചെയ്യും. സെയിം പോൾസ് വിൽ റിപ്പൽ ആൻഡ് ഡിഫറെൻറ്റ് പോൾസ് വിൽ അട്രാക്ട്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ആണും അല്ലെങ്കിൽ പെണ്ണും തമ്മിലുള്ള വിവാഹം പ്രകൃതി വിരുദ്ധമാണ്, എപ്പോഴും ഓപ്പോസിറ്റ് സെക്സുകൾ മാത്രമേ വിവാഹം കഴിക്കാവുള്ളൂ. അന്നാലോചിച്ച് അതങ്ങനെ ശരിയാവും? ആണും തമ്മിൽ പെണ്ണും തമ്മിൽ. അന്ന് എനിക്കത് മനസ്സിലായില്ല. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. ഇന്നൊരു കൊച്ചുകുട്ടിക്ക് വരെ ഈ കാര്യങ്ങൾ അറിയാം. ഇതൊക്കെ തന്നെ മനസ്സിലായാൽ ഒരുപാട് വൈകി തന്നെയാണ്. അപ്പോൾ ഇപ്പം കാലഘട്ടം മാറി. ഇന്ന് തന്നെ പലരും പുറത്ത് പറയാൻ ഒരു മടിയില്ല. അന്നൊക്കെ ഒരു ഗേ എന്നൊക്കെ പുറത്ത് പറഞ്ഞാൽ പിന്നെ തീർന്നെന്ന് കൂട്ടിയാൽ മതി. ഫ്രാങ്ക്ലി എനിക്കൊരിക്കലും അത് ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സയൻറ്റിഫിക്കായി ഒരുപാട് പ്രൂഫുകളുണ്ട്. അതായത് ഗേ അല്ലെങ്കിൽ ഹോമോ സെക്ഷൽസിൻ്റെ ഹൈപ്പോതലാമസിൽ വ്യത്യാസമുണ്ട്, അല്ല അവരുടെ വികാരത്തിൽ വ്യത്യാസമുണ്ട്. അതായത് ചില പുരുഷന്മാർക്ക് ഹൈലി ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടായിരിക്കും. നല്ല പൗരുഷമുള്ള പുരുഷന്മാർക്ക് നല്ല ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടായിരിക്കും. അതേപോലെ നല്ല സ്ത്രീത്വമുള്ള പെൺകുട്ടികൾക്ക് കൂടുതൽ ഈസ്ട്രജൻ ആയിരിക്കും, നല്ല ഈസ്ട്രജൻ കൗണ്ട് കാണും. ഈ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞുള്ള പുരുഷന്മാരാണ് ഈ പെണ്ണെന്നൊക്കെ വിളിക്കുന്നത്. അവരുടെ സൗണ്ടൊക്കെ ചെറിയ പെണ്ണുങ്ങളെ പോലെയൊക്കെ ആയിരിക്കും.
എന്നിരുന്നാലും ഇപ്പോൾ ഒരു സെയിം സെക്സിലുള്ള ആൾക്കാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാൾ താഴെയും ഒരാൾ മേളിൽ വന്നാൽ അതൊരു പുരുഷനും സ്ത്രീയും ചെയ്യുന്ന ഒരേ കാര്യം തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ തന്നെ അറിയാം ഇതിലെ ഒരു വൈവിധ്യം. അതായത് നേരത്തെ കൂടുതലും പാശ്ചാത്യ രാജ്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടേതാണ് ശരിയെന്നുള്ളൊരു, അതായത് സായിപ്പാണ് ശരിയെന്നൊരു തോട്ട് ലോകം മൊത്തം ഉണ്ട്. ഒരുപക്ഷെ ഇതൊരു രോഗമായിരിക്കാം. എന്നിരുന്നാലും സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ നമ്മൾ ChatGPT നോക്കിയാലും നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്താലും ഇതൊരു നോർമലായ കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. മൃഗങ്ങൾ പോലും ഉണ്ടെന്നാണ് ഇത് പറയപ്പെടുന്നത്. എന്തുകൊണ്ട് ഇത്ര ഹേറ്റ് വന്നു? എങ്ങനെയാണ് ഇവരിപ്പോൾ വെറുക്കപ്പെട്ടവരായത്? ഇത്ര ഹേറ്റ്സ് എവിടെ നിന്ന് വന്നു? അതിന് പ്രധാനപ്പെട്ട കാരണം കപട ആക്ടിവിസ്റ്റുകളാണ്, കപട ഫെമിനിസ്റ്റുകളാണ്. അവർ എപ്പോഴും അവരാണ് ശരിയെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ള ആളുകളെ വെറുപ്പിക്കുന്നു, വലിയ റാലികൾ നടത്തുന്നു, കുറെ മഴവില്ലൊക്കെ ആയിട്ട്. ഇതൊക്കെ കൊണ്ടാണ് ഇവർക്ക് ഇത്ര ഹേറ്റ്സ്. ഈ ഹേറ്റ് ആരംഭിക്കുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എത്രത്തോളം ശല്യമാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ചെയ്യുന്നത് യാത്രക്കാരോട്. ആദ്യം എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോയിലെ ചില ഹോമോസെക്ഷൽസിന്റെ ഇടയിലാണ്. എയ്ഡ്സ് എന്ന രോഗം ഇവരിൽ നിന്നാണ് ഉണ്ടായത് ആദ്യം. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ഭവിഷ്യത്തുണ്ടെന്ന്. എന്നാൽ ഇന്ത്യയിൽ ഏത് രീതിയിലും നമുക്ക് ജീവിക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, ഒരു വിഷയവുമില്ല. എന്നാൽ ഇതേ ആളുകൾ മറ്റുള്ളവരെ ശല്യം ചെയ്യുമ്പോഴാണ് വിഷയം വരുന്നത്. ഇപ്പോൾ തന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷൻ അവളുടെ അനുവാദം കൂടാതെ സ്പർശിക്കുന്നു, ഒരു മോശം കാര്യം തന്നെയാണ്. ഇതേ കാര്യം പുരുഷന്മാർക്കിടയിൽ നടക്കുന്നുണ്ട്. ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ അനുവാദമില്ലാതെ സ്പർശിക്കാൻ ശ്രമിക്കുന്നു. പല ബസ്സുകളിൽ യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഇതേപോലുള്ള വൃത്തികെട്ട മനുഷ്യനെ. ഇതേപോലുള്ള വൃത്തികെട്ടവന്മാർ പലരെയും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. എല്ലാവരുമല്ല കേട്ടോ. ഇതൊക്കെ ഒരുപാട് പേരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ വഴിയുള്ള ഇവരുടെ ക്യാമ്പയിൻ, ഇവർ മാത്രമാണ് ശരി, ഇവർ ന്യൂനപക്ഷമാണ്, ഇരവാദം മുഴക്കുന്നു. ഇവരെല്ലാം അക്സെപ്റ്റ് ചെയ്യും ഇവർ കൃത്യമായിട്ട് സമൂഹത്തിൽ പെരുമാറിയാൽ, ആളുകൾക്ക് ഒരുപാട് നന്മ ചെയ്താൽ.